നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് എനിക്കൊരു റിക്വസ്റ്റ് കിട്ടിയത് കൊണ്ടാണ്. നോ കോൺടാക്റ്റിലിരിക്കുന്ന പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. യെല്ലോ, റെഡ്, ബ്ലൂ, ഈ 3 കളേഴ്സ് എടുത്തേക്കുന്നത് കേട്ടോ. യെല്ലോ, റെഡ്, ബ്ലൂ, ഇതിലേത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി എല്ലാവർക്കും റെസണേറ്റ് ചെയ്യണമെന്നില്ല, ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുക നിങ്ങളുടെ പേഴ്സൻ്റെ ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്, പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ആ പേഴ്സൻ്റെ, അതാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് അല്ലേ, എന്താണ് അവസ്ഥ എന്ന്. അപ്പോൾ ഓവറോൾ എനർജിയും ആ പേഴ്സൻ്റെ സിറ്റുവേഷനും മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ യെല്ലോ സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ജിപ്സി ഓറക്കിൾസും ശിവ ഓറക്കിളും. അപ്പോൾ ആദ്യം ശിവ ഓറക്കിൾ വെച്ച് തുടങ്ങുകയാണ്. തൊണ്ടയ്ക്കൊരു പ്രശ്നമുണ്ട്, കോൾഡ് അടിച്ചു, അപ്പം സൗണ്ടിനൊരു പ്രശ്നം ഉണ്ടാവും, ക്ഷമിക്കുക. ഇത്രയും കാർഡ്സാണ് വരുന്നത്, എടുക്കുകയാണ് എല്ലാ കാർഡ്സും. യെല്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. Divine timing. The beginning of your divine time is blessed by God. Prepare yourself for the miraculous and extraordinary experiences that are about to unfold in your life. അപ്പോൾ നിങ്ങളുടെ ഡിവൈൻ ടൈം വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ മിറാക്കുലസ്, അതിശയിപ്പിക്കുന്ന വ്യത്യാസങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് വരികയും നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്താ പറയുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയൊക്കെ പറ്റും ഇതിനകത്ത് കേട്ടോ. എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റാത്ത പലതരം എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വരും. പിന്നെ നിങ്ങൾ കുറച്ചും കൂടെ ഡിസിപ്ലിൻ വേണം ലൈഫിൽ എന്ന് പറയുന്നു. ഓംകാര ശബ്ദം റിസൈറ്റ് ചെയ്യണം, ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെൽഫ് കെയർ, നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ വെൽത്തും എല്ലാം നിങ്ങൾ കെയർ ചെയ്യണം. ഓരോ കാര്യത്തിൻ്റെ പുറകെ ഓടുമ്പോൾ നമ്മളെ തന്നെ മറന്നു പോകരുതെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് 4 ഓറക്കിൾ മെസ്സേജ് കണ്ടത്. ഇനി ഞാൻ പോകാൻ പോകുന്നത് ജിപ്സി ഓറക്കിൾസിലേക്കാണ്. ജിപ്സി ഓറക്കിൾസ്. രണ്ട് കാർഡാണ്, 2 3 കൂടുതൽ കാർഡുണ്ട്, 3 കാർഡുണ്ട്. ഒരെണ്ണം ജോയ്ഫുൾനെസ്. അപ്പം നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കുകയാണ് ഇപ്പം അല്ലേ, ജോയ്, നിങ്ങൾ ഹാപ്പിയാണ് പൊതുവെ. പിന്നെ കാണിക്കുന്നത് മാലഡി, എന്തോ ഒരു അസുഖം വന്ന് ഒരു കിടപ്പ് രോഗിയെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മെലൻകളി, ഭയങ്കര സങ്കടമുള്ള സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അടിച്ചു പൊളിച്ചു നടന്നിരുന്ന ഒരാളാണ്, ഒരു അല്ലല്ലും അറിയാതെ ജീവിച്ച ഒരാളാണ്. പെട്ടെന്നാണ് ആർക്കോ ഒരു ആഘാതം, നിങ്ങളുടെ വീട്ടിൽ അത്താണിയായിരുന്ന ആർക്കോ ഒരു പ്രശ്നം വന്നതാണോ, അതുകൊണ്ടാണോ നിങ്ങൾക്ക് ഭയങ്കര സങ്കടം, റെസ്പോൺസിബിലിറ്റി എല്ലാം നിങ്ങളുടെ മുതുകിലായി. അപ്പോൾ നിങ്ങളുടെ സന്തോഷമൊക്കെ എവിടെ പോയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് ആരോ. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ ഡിവൈൻ ടൈമിങ് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. കാരണം നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എല്ലാ ടണലിൻ്റെയും മറ്റത്തൊരു വെളിച്ചം ഉണ്ടാവും. അത് നമ്മൾ കാണാതെ പോരുത്, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യരുത്. അപ്പോൾ നിങ്ങളുടെ ടണൽ, ആ തുരങ്കത്തിൽ കൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങളുടെ. അപ്പോൾ അറ്റത്തൊരു ലൈറ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നു, ആ ലൈറ്റ് നിങ്ങളിലേക്ക് അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ നോ കോൺടാക്റ്റ് ഇരിക്കുന്ന പേഴ്സൺ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യെല്ലോ സെലക്ട് ചെയ്തവരുടെ. അപ്പോൾ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്, ഇപ്പോൾ എന്ത് എനർജിയിലാണ് പേഴ്സൺ, നമുക്ക് അത് ആദ്യം നോക്കാം.
ഡെവൽ റിവേഴ്സ് വന്നു കാണിക്കുന്നുണ്ട്. കൺട്രോളെല്ലാം വിട്ടു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പല സിറ്റുവേഷനെയും കൺട്രോൾ ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്, പക്ഷെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നില്ല എന്നാണ് കാണിച്ചത്. പേഴ്സൻ്റെ ഓവറോൾ എനർജി നമുക്ക് എടുക്കാം. ഓക്കെ, എല്ലാ കാർഡ്സും റിവേഴ്സാണ് അല്ലല്ലോ, പക്ഷെ നിങ്ങൾക്ക് വന്നതെല്ലാം റിവേഴ്സാണ്. കാര്യമുണ്ട്. എല്ലാ കാർഡും മുകളിൽ മാത്രം ആളെ പറ്റിക്കുന്നുണ്ടാവും, ഇത് മാത്രം അപ്രൈറ്റ്, ബാക്കി എല്ലാം റിവേഴ്സാണ്. അപ്പം ഞാനിത് മൂന്നും അപ്രൈറ്റ് ആക്കാൻ പോവുകയാണേ. ഓക്കെ, അപ്പോൾ 10 of Wands'ും 4 of Swords'ും 3 of Pentacles'ും എന്തോ ഒരു കൊളാബറേഷൻ ഈ പേഴ്സണൽ ലൈഫിലുണ്ടായിരുന്നു. തേർഡ് പാർട്ടി ആണോന്നില്ല. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ കണ്ടംപ്ലേഷൻ എന്ന് വെച്ചാൽ റെസ്റ്റ് എടുത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന്, നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കണം എന്ന്. അപ്പോൾ എന്തോ ഒരു കൊളാബറേഷൻ ഈ പേഴ്സൺ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇനി അടുത്ത ആക്ഷൻ എന്തായിരിക്കണം എന്ന് വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണിത് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇതൊരു കമ്പനി സിനാറിയോ ആയിരിക്കണം. ഉയർന്ന ജോലിയിലുള്ള ഒരാൾ കീഴ് ജീവനക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, ഒരു കൊളാബറേഷൻ, ഒരു ടീം വർക്ക്. അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ടീമിലുള്ള ആളായിരിക്കാം, മാനേജർ വേറെ ആരെങ്കിലും ആയിരിക്കാം. അപ്പോൾ ജോലി ഭാരം കൂടുതലാണ്. അപ്പോൾ ചില സമയത്ത് നോ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഈ ജോലി ഭാരം മുഴുവൻ ഒരാളെ ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പോൾ ബാങ്കുകളിലൊക്കെ ആണെങ്കിലും ഇപ്പം അവിടെ എന്തെങ്കിലും പ്രശ്നം, നമ്മളിപ്പോൾ സീനിയർ കമ്പനി ചോദിക്കുന്നത് ഉയർന്ന മാനേജറോടായിരിക്കും. ഒരു ടീമുണ്ട്, ടീം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മാനേജറോട് ചോദിക്കുള്ളൂ, കമ്പനി നേരിട്ട് ടീമിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഈ പേഴ്സണുള്ള ടീം ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് പേഴ്സണ് കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളൊന്നും ശരിയായിട്ട് പോകുന്നില്ല, വളരെ ബുദ്ധിമുട്ടിലാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇതിൻ്റെ അടുത്ത ആക്ഷൻ എന്തായിരിക്കണം എന്നാലോചിക്കുന്ന ഒരാൾ, അത് ഫാമിലി സിറ്റുവേഷൻ ആവാം, ജോലി ആവാം, ബിസിനസ് ആവാം കേട്ടോ, വിദ്യാഭ്യാസമാവാം. ഇപ്പോൾ ചില ഹോസ്റ്റൽ വാർഡൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ആവാം. പിള്ളേർ ഉഴപ്പിക്കഴിഞ്ഞിട്ട് ടീച്ചറോടല്ലേ നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് പിള്ളേർ പഠിക്കാത്തത്, നിങ്ങൾ എങ്ങനെയാണ് പിള്ളേർ, പിന്നെ ചോദ്യം ടീച്ചറിൻ്റെ മേത്തായിരിക്കും, ടീച്ചറിനോടായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ 10 of Wands'നെ ക്ലാരിഫൈ ചെയ്യുന്ന 8 of Pentacles'ും King of Cups'ുമാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞാൽ വളരെ കെയറിങ് ആയ പേഴ്സണാണ്, വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, വളരെ മീൻസ് ടീമിനോട് വളരെ ആത്മാർത്ഥതയുള്ള ഒരാളാണ്. അപ്പോൾ ടീമിനെ തഴയുന്ന ഒരാളല്ല, കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻ ഇത് റെക്ടിഫൈ ചെയ്യണം, ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം, ടീമിൻ്റെ ചീത്തപ്പേര് മാറ്റണം, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ മാറ്റണം, ഇവിടെ ഒരു വ്യത്യാസം വരുത്തണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരാളാണ്. പിന്നെ 4 of Swords'നെ ക്ലാരിഫൈ ചെയ്യുന്നത് മജീഷ്യനും ഫാദർ ഓഫ് സ്വേർഡ്സുമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് വളരെ കോൺഫിഡൻസ് ഉണ്ട്, എന്ന് വെച്ചാൽ കാര്യം നടത്തിയെടുക്കാൻ പറ്റും, ഇവരോടൊക്കെ സംസാരിച്ച് ഇവരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങളുടെ പേഴ്സണ് കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മാനേജറോ അല്ലെങ്കിൽ ഹയർ മാനേജ്മെൻറ്റ്, ചിലപ്പോൾ ഇതൊരു അച്ഛനാവാം, ഭർത്താവാം, ആരാണെങ്കിലും ആ പേഴ്സൺ കുറച്ചൊരു സീരിയസ് ആയ ഒരു എനർജിയാണ്. ഈ പേഴ്സൺ വെട്ടൊന്ന് മുറി രണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ശരി തെറ്റ് അതിനിടയിലൊരു ഏരിയ ഉണ്ട്, അത് ഈ പേഴ്സൻ്റെ കണ്ണിൽ പിടിക്കില്ല. അപ്പോൾ ഈ പേഴ്സണ് റിസൾട്ട് വേണം, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രഷർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. വളരെ പ്രഷറുണ്ട് ഈ പേഴ്സൻ്റെ മേത്ത്. അപ്പോൾ ഈ പേഴ്സൺ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിങ് ഓഫ് കപ്സും ഉണ്ട്, കിങ് ഓഫ് സ്വേർഡ്സും ഉണ്ട്.
മനസ്സിലായോ? അപ്പോൾ 2 രാജാക്കന്മാരുണ്ട് ഇവിടെ. രാജാക്കന്മാരിന് 2 മാനേജേഴ്സ്. നിങ്ങൾ പേഴ്സൺ ഒരു മാനേജർ ആയിരിക്കാം, ആ പേഴ്സണിൻ്റെ മുകളിൽ വേറൊരു മാനേജർ ഉണ്ട്, അല്ലെങ്കിൽ 2 മാനേജേഴ്സ് ഉണ്ടാവും ഒരു ടീമിനെ മാനേജ് ചെയ്യുന്ന. ഒരാൾ ഭയങ്കര റൂത്ത്ലെസ് ആയ ഒരാൾ ഭയങ്കര കൈൻഡ് ആയ ഒരാൾ. മനസ്സിലായോ? അപ്പോൾ മറ്റുള്ളവർക്ക് പാര വയ്ക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ തെറ്റ് ചെയ്തോ ആണോ പറഞ്ഞു വിട്ടേക്ക് എന്ന് പറയുന്ന ഒരാളും തെറ്റ് ചെയ്തോ ആണോ എന്തുകൊണ്ടാണോ തെറ്റുണ്ടായത് അതിനെന്താ നമുക്ക് പ്രതിവിധി ചെയ്യാം അല്ലേ? അവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളെ നമ്മൾ കമ്പനിയിലേക്ക് എടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പ് എല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. റിലേഷൻഷിപ്പ് ആണെങ്കിലും ജോലിയാണെങ്കിലും എല്ലാം നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പൈസ മാത്രമല്ല, നമ്മളുടെ സമയം, നമ്മളുടെ വിശ്വാസം, നമ്മളുടെ കോൺഫിഡൻസ്, ഇതൊക്കെയാണ്. അപ്പോൾ ഇതങ്ങനെ വെട്ടുമുറിച്ച് കളയാൻ പറ്റില്ല. അപ്പോൾ മറ്റേ ആൾ അതിൽ നിങ്ങളുടെ പേഴ്സൺ ആണോ ഈ പേഴ്സൺ ആണോ എന്നെല്ലാം വർക്ക് ചെയ്യാൻ തീരുമാനം റെഡിയാണ് കേട്ടോ. ഞാനിതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഈ പേഴ്സൺ ടീമിൻ്റെ കാര്യത്തിൽ ഹാപ്പിയാണ്. ടീമിന് 90% ടീം ഓക്കെയാണ്. ഒരു 10% പ്രശ്നമുള്ളൂ, അത് നമുക്ക് പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതിനകത്ത് കുറച്ച് ഇമ്മച്യൂർ ആയ ഒരു എനർജി ഉണ്ട്. അപ്പോൾ അവർ കുറച്ചും കൂടെ ഈ സിറ്റുവേഷനിലേക്ക് വരാനായിട്ട് ടൈം എടുക്കും, എന്നാലും ഹാപ്പിയാണ്, നടത്തി കിട്ടും എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നത് കേട്ടോ. അതാണ് പേഴ്സൻ്റെ ഓവറോൾ എനർജി. ഒരു മജീഷ്യനെ പോലെയാണ്. അപ്പം കുറച്ച് ടൈറ്റാണ് സ്കെഡ്യൂൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ ഇതിനകത്ത് ഈ പേഴ്സൻ്റെ ലൈഫിലേക്ക് ഇപ്പോൾ ഇൻവോൾവ് ആക്കാൻ പറ്റില്ല. ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്? ഇത് ഓവറോൾ എനർജിയാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്? സിറ്റുവേഷൻ പേഴ്സൺ പ്രയോറിറ്റൈസ്, ഇതാണ് ഓവറോൾ എനർജി. അപ്പോൾ പേഴ്സൺ പ്രയോറിറ്റൈസ് ചെയ്യാൻ നോക്കുകയാണ്. ഏതാണ് ഇമ്പോർട്ടൻറ്റ്? ലൈഫിൽ കുറേ കാര്യങ്ങളുണ്ട്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണ്? ഇതാണ് നമ്മളെല്ലാം മറന്നു പോകുന്ന കാര്യം. നമ്മൾ എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ നോക്കും. നമ്മളുടെ മീൻസ് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ചിലപ്പോൾ മറന്നു പോകും. അത് ചിലപ്പോൾ നമ്മൾ തന്നെയായിരിക്കും. നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ മനസ്സിൻ്റെ സുഖം, സന്തോഷം, ഇതൊക്കെ ആയിരിക്കും നമ്മൾ മറന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ നടക്കുന്ന ഒരാൾ, സ്വന്തം കാര്യം മറന്നു പോകുന്ന ഒരാൾ. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഓവറോൾ എനർജി. സിറ്റുവേഷൻ 2 ഓഫ് പെൻറ്റക്കിൾസും മൂൺ കാർഡ് റിവേഴ്സും. ഓക്കെ, ഇവിടെ സ്ട്രെങ്ത് കാർഡും. അപ്പോൾ ഇവിടെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തോ ഒരു കാര്യം ഈ പേഴ്സൺ ഒരു പേടിയുണ്ട്. നമ്മൾ കൂടെയുള്ള ആൾക്കാർ ജഡ്ജ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യില്ലെങ്കിൽ ചിലപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ഈ പേഴ്സൺ എന്തായാലും പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇതിനെന്തായാലും ഒരു റിസൾട്ട് കൊണ്ടുവരണം എന്ന്. അപ്പോൾ ഉള്ളിലൊരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ. നമുക്കിത് ക്ലാരിഫൈ ചെയ്യാം. പിന്നെ സ്ട്രെങ്ത് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ധൈര്യക്കുറവ്. ഈ പ്ലാനൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരുന്നത്, അതുകൊണ്ടാണ് ഇരുന്ന് ചിന്തിക്കുന്നത്. ചിലപ്പോൾ ലീവ് എടുത്തിരിക്കുകയായിരിക്കും കാര്യങ്ങൾ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എവിടെയാണ്? അപ്പോൾ ആദ്യം തുടങ്ങി പഠിക്കണം എന്തുകൊണ്ടാണ് ഈ സിറ്റുവേഷനിലേക്ക് വന്നതെന്ന് അല്ലേ. അപ്പോൾ പേഴ്സൺ ഒരു സിസ്റ്റം കൊണ്ടുവരും. അതുകൊണ്ടാണ് ഇവിടെ ഓവറോൾ എനർജിയിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത പോലെ. അതാണ് ഡിസിപ്ലിൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. ഡിസിപ്ലിൻ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ബാധകമാണിത്. അപ്പോൾ ഈ 2 ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ജസ്റ്റിസ് ആണ്. ജസ്റ്റിസും 5 ഓഫ് പെൻറ്റക്കിൾസും. ഓക്കെ, അപ്പോൾ എന്തിനെ വിട്ട് കളയണം? എന്തിന് ലീഗൽ ലിമിറ്റിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ലീഗൽ ലിമിറ്റിൽ വരാത്ത കാര്യങ്ങളെല്ലാം വിട്ട് കളയേണ്ടി വരും. മനസ്സിലായി? അങ്ങനെയാണ് പ്രയോറിറ്റൈസ്. ഇപ്പം ലോ ഫോമിലാണോ ജോലി ചെയ്യുന്നത്, എന്തോ ഒരു അതോറിറ്റിയുള്ള എന്തോ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ. ചിലപ്പോൾ ഡിഫെൻസിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ ലീഗലായിട്ടുള്ള സത്യമായ കാര്യങ്ങൾ, വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ആക്സെപ്റ്റ് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ വിട്ട് കളയുക. ഇതാണ് വിചാരം. കാരണം പൈസയുടെ ഇത് വരുന്നുണ്ട്. പൈസ വെറുതെ കളയാൻ പറ്റില്ല. അപ്പോൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യണത് ആ ഇൻവെസ്റ്റിൽ നിന്ന് റിട്ടേൺ കിട്ടുമെന്ന് ഷുവറുള്ള അതിനകത്ത് മാത്രമേ പൈസ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്നൊരു തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട് ഈ പേഴ്സൺ. അതിനാണ് പ്രയോറിറ്റൈസിങ്. ഏതാണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ലാത്തത് ഏതാണ്, ഇതൊക്കെയാണ് പേഴ്സൺ നോക്കുന്നത്. മൂൺ കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം ഇവിടെ മൂൺ സീക്രട്സ് ആണെങ്കിൽ ഇത് സീക്രട്സ് റിവീൽ ആവുമെന്നാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് ഇവിടെ എന്തോ കേട്ടോ.
ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് പ്ലേ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അറിയണം ഈ പേഴ്സൺ. അതിനാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടെയുള്ളവരെ കറക്റ്റായിട്ട് എന്തെങ്കിലും ഇപ്പം പൊട്ടത്തരമൊക്കെ കമ്പനി നടന്നിട്ടുണ്ടാവും സിറ്റുവേഷനിൽ. അപ്പോൾ കൂടെയുള്ളവരെ ഈ പേഴ്സൺ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സീക്രട്സ് പതുക്കെ 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 പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ടീം ആയതുകൊണ്ട് നമുക്ക് അതാണ് പ്രത്യേകത. ലോയൽറ്റി എന്ന് പറയും നമ്മൾ. ലോയൽറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബന്ധുക്കൾ, നമ്മളുടെ ബ്ലഡ് റിലേഷൻഷിപ്പ്, നമ്മളുടെ വൈഫ്, നമ്മളുടെ ഹസ്ബൻഡ്, നമ്മളുടെ കുട്ടികൾ, നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സ്, ഇവരെല്ലാം തെറ്റ് ചെയ്യുമ്പോൾ നമ്മളത് അറിയാനിടയായാൽ നമ്മളത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കും. അതല്ലാതെ നമ്മൾ നാട്ടുകാരെ വിളിച്ച് പറഞ്ഞ് അവരെ നാണം കെടുത്താനോ അവരെ വേദനിപ്പിക്കാനോ അല്ല നോക്കുക. ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു പേഴ്സണാണ്. അപ്പോൾ ഈ പേഴ്സണ് കാര്യങ്ങൾ കുറേ പിടുത്തം കിട്ടി, കുറേ കാര്യങ്ങൾ വെളിയിൽ വരുന്നുണ്ട്. ലീഗൽ പോലീസ് കേസ് ആവേണ്ടതും അല്ലെങ്കിൽ കോർട്ട് കേസ് ആവേണ്ടതും കേസിന് പോകേണ്ടതും എല്ലാ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ കുറേ സീക്രട്സ് വെളിവാകുന്നുണ്ട്, തിരിച്ചറിവാകുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഡിഫെൻഡ് ചെയ്യാനാണ്. ഇതാരാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആ പേഴ്സണെ നിങ്ങളുടെ പേഴ്സൺ ഡിഫെൻഡ് ചെയ്യും. അപ്പം നല്ല ഇതൊരു കിങ് ഓഫ് കപ്സ് ആയിരിക്കാനാണ് വഴി കേട്ടോ. ഈ കിങ് ഓഫ് സ്വേർഡ്സ് ആണെങ്കിൽ നേരെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കും. പക്ഷെ കിങ് ഓഫ് കപ്സ് ആയതുകൊണ്ട് കുറച്ചും കൂടെ കെയറിങ് ആണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു എയ്സ് ഓഫ് കപ്സും 10 ഓഫ് കപ്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എയ്സ് ഓഫ് കപ്സ്, ഒരു ലവ് ഓഫർ ഈ പേഴ്സൺ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ഇതിപ്പോൾ ഇങ്ങനെ ഓഫീസ് റിലേഷൻഷിപ്പാണ്, ഈ പേഴ്സൺ ഇപ്പോൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഉള്ളിൽ ആഗ്രഹമുണ്ട്, സ്നേഹിക്കുന്ന ആളെ കോണ്ടാക്ട് ചെയ്യണം. അവിടെയാണ് പേഴ്സൻ്റെ 10 ഓഫ് കപ്സ്. അപ്പോൾ ഫാമിലിയിലാണ് ഇഷ്യൂ എന്നാണ് പറയുന്നത്. സ്നേഹിക്കുന്ന ആളുമായിട്ടാണ് ഇഷ്യൂ ഇവിടെ കേട്ടോ. ഒരാൾ ചിലപ്പോൾ മറ്റേ ആളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ടാവാം. ഈ പേഴ്സൺ കുറേ സഹിച്ചു. ഇത് ലവ് റിലേഷൻഷിപ്പിൻ്റെ റീഡിങ് ആണെങ്കിൽ, ഇത് ഒഫീഷ്യൽ ആണെങ്കിൽ ഈ പേഴ്സൺ തൽക്കാലം ലവിനെ മാറ്റി നിർത്തിയേക്കാണ് കേട്ടോ. അവിടെ വേണ്ട, ഇതിപ്പോൾ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ സമയമില്ല, ഞാനിത് കൺട്രോൾ ചെയ്ത് വെച്ചേക്കാന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. അതല്ല, ഇത് പ്യുവർലി ലവ് റീഡിങ് ആണെങ്കിൽ ഇവിടെ വളരെ സ്നേഹിച്ച് ഒരു കോപ്പറേഷനിൽ വന്ന 2 പേര്, പക്ഷേ ഇവിടെ എപ്പോഴും സംശയദൃഷ്ടിയോടെ നോക്കുന്ന ഒരാൾ, സംശയത്തിൻ്റെ പ്രശ്നമുള്ള ഒരാൾ, എപ്പോഴും സത്യം കണ്ടുപിടിക്കുക, സത്യത്തിൻ്റെ കൂടെ നിൽക്കുക, ഒരു ചെറിയ തെറ്റിന് പോലും ഒച്ചയും ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ കൂട്ടി നാണം കെടുത്തുന്ന ഒരാൾ, ഒരാൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം മറച്ച് വെച്ച് അത് സോൾവ് ചെയ്യാമെന്ന് വെച്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾ. അങ്ങനത്തെ 2 പേരാണ്. ഇപ്പോൾ ഒരാൾ എപ്പോഴും സ്പൈ ചെയ്തുകൊണ്ടിരിക്കും മറ്റേ ആളെ, എന്തൊക്കെ തെറ്റാണ് ചെയ്യേണ്ടത് ഒരു ലീഗൽ സിറ്റുവേഷൻ. അപ്പോൾ ഒരു മാരേജ് ആയിരിക്കാം, മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു 10 ഓഫ് കപ്സ് ഉണ്ട്. മാരേജ് ആണെങ്കിലും ഇവിടെ ആ ഒരു 10 ഓഫ് കപ്സ് ഫ്രീ, ആ പേഴ്സണ് കണ്ണടച്ച് അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല. സ്നേഹിച്ച ആളെ 9 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹിച്ച ആളെ വിവാഹം കഴിക്കാൻ പറ്റിയെങ്കിലും ഈ പേഴ്സൻ്റെ പെരുമാറ്റം കൊണ്ട് ഈ പേഴ്സൺ അങ്ങോട്ട് 10 ഓഫ് കപ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായോ? കാരണം ഏത് നേരം ഒരു കൺട്രോൾ ഈ പേഴ്സൻ്റെ മേത്ത് വരുന്നുണ്ട്. എന്ത് ചെയ്താലും കുറ്റം പറയുന്ന ആരോ കൂടെ ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് വിട്ടാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് വിട്ടുകളയുന്ന ഒരാളല്ല, മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലും പറ്റില്ല എന്ന് മനസ്സിലായാലും മാത്രമേ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വയ്ക്കില്ല. അപ്പോൾ 2 തരം, ഒരു കരിയറിൻ്റെ റീഡിങ്ങും ഇവിടെ കണ്ടു നമ്മൾ, അതല്ലാതെ ഒരു ലവ് റിലേഷൻഷിപ്പിൻ്റെ റീഡിങ് ഉണ്ട്. 2 തരം റീഡിംഗ് ആണ് എനിക്കിവിടെ തോന്നിയത്, കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, എന്താണ് ഇതിൻ്റെ ഭവിഷ്യത്ത്, എന്താണ് വരാൻ ഇതെന്താണ് ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ജഡ്ജ്മെന്റ്, കർമ്മഫലം ആണ് വരാൻ പോകുന്നത്. കർമ്മഫലമാണ്. ഇതൊരു കാർമിക് സിറ്റുവേഷനും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കർമ്മം ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കുമ്പോൾ അപ്പോൾ ആരാണ് അനുഭവിക്കാൻ പോകുന്നത് അതാണ് നമ്മൾ നോക്കുന്നത്. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു റീകൺസിലിയേഷനും ആകാം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മളിതെല്ലാം കൂടെ വച്ച് നോക്കും. ഒരു കോടതിയിലാണെങ്കിൽ ഓക്കെ, വാദി ഇത് കേട്ടു, പ്രതിയുടെ ഇത് കേട്ടു, അത് കഴിഞ്ഞിട്ട് ഒരു ഡിസിഷനിലേക്ക് വരും. അതാണ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഒരു ജഡ്ജ്മെൻ്റ് ആണ് ഇനി നടക്കാൻ പോകുന്നത്. ജഡ്ജ്മെൻറ്റ് എന്തായിരിക്കും? എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ്. ഒരാളുടെ വളരെ സ്ട്രോങ് ആയ കൺട്രോൾ കൊണ്ടിട്ട് മറ്റേ ആൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോവും. ഒരാൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോവാൻ പോവുകയാണ്. ഇപ്പം നോ കോൺടാക്റ്റിലാണെങ്കിലും ഒരു ബോണ്ട് ഉണ്ട്. പക്ഷെ നോ കോൺടാക്റ്റിലാണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് പോയിട്ടില്ല. മനസ്സിലായോ? ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനാണ്, പക്ഷേ ആ ബോണ്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇനിയുള്ള സിറ്റുവേഷനിൽ ഈ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ പേഴ്സൺ ഇറങ്ങിപ്പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇമോഷണലി കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അതാണ് ജഡ്ജ്മെൻറ്റ് വരാൻ പോകുന്നത് കേട്ടോ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഭയങ്കരമായിട്ട് കൺട്രോളിങ് ആണ്. ഏരീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും ഇനി വരാൻ പോകുന്നത്, ഇനി നടക്കാൻ പോകുന്ന കാര്യം. അപ്പോൾ ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. ഇവിടെ കുറേ ഇമോഷൻസ് ഉണ്ട്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ലീബ്ര, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ജെമിനി, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ലിയോ, പൈസീസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത് കേട്ടോ. ഇനി ഞാൻ പോകാൻ പോകുന്നു. അപ്പം നമ്മൾ യെല്ലോയുടെ റീഡിങ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ പോകാൻ പോകുന്നത് ബ്ലൂവിൻ്റെ റീഡിങ്ങിലേക്കാണ്. ബ്ലൂ സെലക്ട് ചെയ്തൊരു റീഡിങ്. അപ്പോൾ നിങ്ങളുടെ നോ കോൺടാക്റ്റിലിരിക്കുന്ന പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഭഗവാനെ, ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ കാർഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ കാർഡ്സ് വീഴാതെ എടുക്കാൻ പറ്റുമോ പ്ലീസ്? രണ്ട് കാർഡാണ്, അല്ല മൂന്നെണ്ണം. ഡിവൈൻ ഇൻ്റർവെൻഷൻ. അപ്പോൾ ദൈവം, നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ സഹായം വേണം നിങ്ങൾക്ക്. നിങ്ങൾ തന്നെ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. പ്രശ്നങ്ങൾ ഇല്ലാതാകാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുവാനും ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് വേണം എന്നാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണണം, നെഗറ്റീവായിട്ട് പോവരുത്. പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക. അല്ലാതെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഫാമിലിയാണ് ഇവിടെ കാണിക്കുന്ന ഇമോഷണൽ സപ്പോർട്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടത് എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഒറക്കിൾ മെസ്സേജ്. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് ജിപ്സി മെസ്സേജസ് ആണ്. രണ്ട് കാർഡാണ് വന്നേക്കുന്നത്. ഒന്ന് ഗിഫ്റ്റും, രണ്ടാമത്തത് സോറോ. അപ്പോൾ നിങ്ങളിങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വരാൻ പോകുന്നത്. ഓക്കെ, നല്ലതാണ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത്? ഒരു 5 ഓഫ് പെൻറ്റക്കിൾസ് കണ്ടു, ഒരു ഇല്ലായ്മ. ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം മനഃപൂർവ്വം പറയുന്നില്ല, ചിലർ ഇല്ല 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 എന്നേ പറയുള്ളൂ. അപ്പോൾ 9 കാര്യങ്ങളുണ്ട്, 10ാമത്തെ ഒരു കാര്യമില്ല. പക്ഷേ 9 കാര്യം, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ, ഒരു കാര്യം മാത്രമേ ഇല്ല എന്ന് പറയുന്നവരും അതില്ല എന്ന് മാത്രം പറയും. ഈ സാധനം ഇല്ല, ഇത് അത്യാവശ്യമാണ്, ഇതില്ല. ബാക്കി 9 കാര്യമുള്ളത് അവർ പറയേയില്ല. മനസ്സിലായി? അപ്പം ഇല്ല, ഒന്നും ഇല്ല എന്ന ഒരു മനസ്ഥിതിയുള്ള ആളുകളുണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിലും ഒന്നുമില്ല, ഒരു ദാരിദ്ര്യം മനസ്സിലുള്ള കുറേ ആളുകളുണ്ട്. ഓക്കെ, ഓറക്കിൾ മെസ്സേജ് അല്ല, സോറി, ഓവറോൾ എനർജി. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത്? ഹെർമിറ്റ്, പബ്ലിക് റെക്കഗ്നിഷൻ. ഓക്കെ, ഈ പേഴ്സൺ പബ്ലിക് റെക്കഗ്നിഷൻ കിട്ടാനായിട്ട് എന്ത് വഴി സ്വീകരിക്കണം, എങ്ങനെ പോയാൽ എനിക്ക് പബ്ലിക്കായിട്ടുള്ള റെക്കഗ്നിഷൻ കിട്ടും എന്ന് ആലോചിക്കുന്ന, അതിന് എന്ത് റിസ്ക്കും എടുക്കാനുള്ള ഒരു മനസ്ഥിതിയിലാണ് ഇപ്പോൾ ഈ പേഴ്സൺ. എന്തോ കാര്യം നേടിയെടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. അപ്പോൾ എന്ത് തരം റിസ്ക്കും എടുക്കാനായിട്ട് റെഡിയാണ്. ആരും പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. സത്യാന്വേഷി എന്ന് പറയില്ലേ നമ്മൾ? സത്യാന്വേഷി എന്ന് പറയുമ്പോൾ സത്യം ഇല്ലാത്തൊരു കാര്യമാണല്ലോ നമ്മൾ അന്വേഷിക്കുക, ഉള്ള കാര്യം നമ്മൾ അന്വേഷിക്കില്ല. അപ്പം ഞാൻ അന്വേഷിച്ച് നോക്കും. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, സത്യാന്വേഷി എന്ന് പറഞ്ഞാൽ നുണയുടെ ജീവിതത്തിൽ എല്ലാം നുണയാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണോ? അല്ലേ? അതുകൊണ്ടല്ലേ സത്യം അന്വേഷിക്കുന്നത്. എന്താണ് സത്യം? ബാക്കിയെല്ലാം നുണയാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ സത്യം ഇതല്ല, അപ്പം ഞാൻ സത്യം അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു പോകുന്നു. അപ്പോൾ ഒരു മിഥ്യാലോകത്തിലല്ലേ ആ പേഴ്സൺ? അല്ലേ? അങ്ങനെ എനിക്ക് തോന്നാറുണ്ടോ? ഇതൊരു സത്യാന്വേഷിയാണ് ഹെർമിറ്റ്. അങ്ങനെയും കാര്യങ്ങൾ കീറി മുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. അപ്പോൾ അത് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ അത് പണിയാവും. റിലേഷൻഷിപ്പിൽ നിന്ന് വരുമ്പോൾ നമ്മൾ അധികം അങ്ങോട്ട് ചെകഞ്ഞ് നോക്കാൻ പാടില്ല, അല്ലേ? ഒന്നില്ലെങ്കിൽ പറയുന്നത് വിശ്വസിക്കുക, അല്ലാതെ പെർഫെക്ഷൻ, നമ്മൾ അതിനൊരു പേരും പറയും, പെർഫെക്ഷൻ. ചെകഞ്ഞ് നോക്കിയിട്ട് കുറ്റം പറയുക. എന്തിന്? അത് നിന്റെ നല്ലതിന് വേണ്ടി, നീ നന്നാവാനാണ്. പക്ഷെ അതൊരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകുക. അതെന്തായാലും നെഗറ്റീവാണല്ലോ ഈ പറയുന്നല്ലേ. ഇപ്പം നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിപ്പോൾ ഒരാളുടെ മുമ്പിൽ പോവുകയാണെന്ന് ഇരിക്കുക, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ എല്ലാം കൊള്ളായിരിക്കും, ചെറിയൊരു നൂല്, അവിടെ നൂല് പൊട്ടിക്കിടക്കുന്നുണ്ട്, ആ നൂലും കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിച്ച് ഈ പേഴ്സൺ? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ നൂല്, വളരെ ചെറിയൊരു നൂല് പൊങ്ങി നിൽക്കുന്നുണ്ട്, അതെങ്ങനെ കണ്ടുപിടിച്ചു? നമ്മൾ ഇത്രയും ഭംഗിയുള്ളൊരു സാധനം. ചിലത് അങ്ങനെയാണ്. എവിടെയാണ് പ്രശ്നം അത് അന്വേഷിച്ച് നടക്കുന്നവരാണ് സത്യാന്വേഷികൾ എന്ന് എനിക്ക് തോന്നാറ്. അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് ഹാപ്പി ആയ പോലെ ഇത്രയും കാര്യങ്ങളുണ്ട്, അല്ലേ? ഓക്കെ, എനിക്ക് തന്നോടാ. അപ്പോൾ എന്തായാലും ഈ പേഴ്സൺ ഒരു ഹാർട്ട് ബ്രേക്കും, ഇവിടെ ഒരു ത്രീ കാണിക്കുന്നുണ്ട്. 3 എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ആവണം. അപ്പോൾ എന്ത് തരം റിസ്ക് എടുത്തും ഒരു കാര്യത്തിൽ സക്സസ്സിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണിത്. 3 ഓഫ് സ്വേർഡ്സും 3 ഓഫ് വാൻസും ഉണ്ട്. ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതിൽ തന്നെ നിന്നുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. എന്ത് വില കൊടുത്തും ആ സിറ്റുവേഷൻ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ ഒരു എനർജിയാണ് ഇപ്പോൾ ആ പേഴ്സൻ്റെ ഓവറോൾ എനർജി. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണെ വേണ്ടിയത് കൊണ്ട് ഇത് കുഴപ്പമില്ല. പക്ഷേ ഈ പേഴ്സണെ വേണ്ടാത്ത ഒരാളാണെങ്കിൽ ഈ പേഴ്സൺ വലിയൊരു തലവേദനയായിട്ട് മാറും ആ പേഴ്സൺ, അല്ലേ? 6 ഓഫ് വാൻസിനെ ക്ലാരിഫൈ ചെയ്യുന്ന 9 ഓഫ് വാൻസും പേജ് ഓഫ് വാൻസും ആണ്. പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഉണ്ട്, പക്ഷേ ആക്ഷനിലേക്ക് പോയിട്ടില്ല. പക്ഷേ ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും റിസ്ക് എടുക്കാൻ റെഡിയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. വളരെ ഡിസപ്പോയിൻമെൻറ്റ് കാണിക്കുന്നുണ്ട്. ഡിസപ്പോയിൻമെൻ്റ് അല്ല, 5 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ. എന്ന് വെച്ചാൽ എൻ്റെ കൈപ്പിടിയിൽ ഉണ്ടായിരുന്നു, വിട്ടുപോയി. അപ്പോൾ അത് തേടി പിടിച്ച് രണ്ടാമത് പിടിച്ച് കൈപ്പിടിയിലാക്കണം, അതിന് വേണ്ടി ഓടി നടക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഇവിടുത്തെ എനർജി കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ബേർഡനാണ്. കാരണം റിസ്ക് എടുക്കാനായിട്ട് ഈ പേഴ്സൺ എന്ന് വെച്ചാൽ ഓക്കെ, പെർഫെക്ഷനിസ്റ്റ് ആയ ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാം ഒത്തുവരണം. ആ പേഴ്സൺ എല്ലാം ഒത്തുവരണം, മനസ്സിലായോ? പെർഫെക്റ്റ് ആയിരിക്കണം.
പക്ഷേ യൂണിവേഴ്സിൽ പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല, എല്ലാം ഇംപെർഫെക്റ്റ് ആണ്. അപ്പോൾ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ മരണമാണ് അല്ലേ, എല്ലാം ഒത്തു. 10 എന്ന് പറഞ്ഞാൽ അവസാനമാണ്. 100 അത് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് വയ്ക്കുകയാണ്, ഇതാണ് ഇത്രയും പെർഫെക്റ്റ് ആയി. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു പെർഫെക്ഷൻ എന്താണ്, ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള സാധനമാണ് ഈ പെർഫെക്ഷൻ. അപ്പോൾ നമ്മൾ പെർഫെക്ഷൻ്റെ പുറകെ ഓടുമ്പോൾ ഇംപെർഫെക്റ്റ് ആയിരുന്നാൽ നമുക്ക് പിന്നെയും ചെയ്യാൻ എന്തെങ്കിലും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പിന്നെയും ജീവിതമുണ്ട്. പെർഫെക്ഷൻ ആണ്, അത് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് നമ്മളുടെ പരിപാടി അല്ലേ, പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ ഒന്നുമില്ല, നമ്മളെ ജീവിതം അവിടെ തീരുകയാണ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു പെർഫെക്ഷൻ്റെ പുറകെ ഓടുന്ന ആളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ വേറൊരാൾ ആരാണെന്നറിയില്ല, ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷെ അത് കൈവിട്ട് പോയപ്പോഴാണ് അതിൻ്റെ നഷ്ടം മനസ്സിലായത്. ഇപ്പോൾ ആ സിറ്റുവേഷനെ കയ്യിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഓടുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ എന്ത് വിധേനയും എനിക്ക് ഈ പോയ കാര്യം തിരിച്ചു പിടിക്കണം എന്ന് വിചാരിക്കുന്ന, അത് വളരെയധികം തലവേദനയായിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. ഒത്തിരി ഒരു വട്ടുണ്ട്, ഒരു സൈക്കിക് പ്രശ്നമുണ്ട് ഈ പേഴ്സണ് കേട്ടോ. കാരണം ഒബ്സസീവ് ആയിട്ടാണ് ഇതിൻ്റെ പുറകെ പോകുന്നത്. നിങ്ങളാണോ ഇത് അറിയില്ല, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഇതാണ്. അപ്പോൾ ഇത് നിങ്ങളാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് പേഴ്സൻ്റെ അതുണ്ടോ. ഈ 5 of Cups റിവേഴ്സ് വന്നേക്കുന്നുണ്ടോ. ഈ പേഴ്സൺ ഇതാണ് ഓവറോൾ എനർജി കേട്ടോ. 5 of Cups എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഇവിടെ 5 of Cups റിവേഴ്സാണ് വന്നേക്കുന്നത്. അത് പക്ഷേ ഡിസൈഡ് ചെയ്തിട്ടില്ല, വേണോ വേണ്ടയോ എന്ന്, സ്റ്റക്കാണ് ഇപ്പോഴും. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ ഈ പേഴ്സൺ ഈ ഓരോ ഓപ്പർച്യൂണിറ്റി മിസ്സായാലോ എന്ന് പറയുന്നുണ്ടെങ്കിലും ആ പേഴ്സൺ ഒരു പരിധി വരെ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്, മനസ്സിലായോ. എന്നാലേ മനസ്സമാധാനം കിട്ടുള്ളൂ ഈ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഓക്കെ, പോയത് പോട്ടെ അല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അതൊരു ഉറച്ച തീരുമാനം എടുക്കാനായിട്ട് ഈ പേഴ്സണ് പറ്റുന്നില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്, ഈ പേഴ്സൺ സ്റ്റക്കാണ്. അപ്പോൾ വിട്ട് കളയണം എന്നുണ്ട്, പക്ഷെ വിട്ട് കളയാൻ പറ്റുന്നില്ല. അതൊരു വാശിയായിരിക്കാം, ദുർവാശിയായിരിക്കാം അല്ലേ. ഞാൻ ഇതുവരെ ചെയ്തതൊന്നും, ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഇന്നലെ ആ പദ്മാവത് എന്ന് പറഞ്ഞ ഹിന്ദി മൂവി കണ്ടായിരുന്നു. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയുടെ കാര്യമാണ് പറയുന്നത്. അലാവുദ്ദീൻ ഖിൽജി എല്ലാം എന്ത് കാര്യം മറ്റുള്ളവരുടെ അടുത്ത് ഇരുന്നാലും അലാവുദ്ദീൻ ഖിൽജിക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് അലാവുദ്ദീൻ ഖിൽജി സ്വന്തമാക്കും. അതാണ് അങ്ങനത്തെ ഒരു ഇതാണ് ആ പേഴ്സൻ്റെ മനസ്സിൽ. അപ്പോൾ ഇതും ഏകദേശം അതേ ഒരു ഇതാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ അത്രയും അല്ലെങ്കിലും ഇതും ഒരു എനിക്കിഷ്ടപ്പെട്ട സാധനമാണ്, ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല. ചിലരെ കണ്ടിട്ടില്ലേ, നമ്മൾ ഭയങ്കര ഭംഗിയുള്ള ഭയങ്കര ഇഷ്ടപ്പെട്ടങ്ങ് മേടിച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും മടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആർക്കും കൊടുക്കില്ല, അത് നശിപ്പിച്ച് കളയും. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്, മനസ്സിലായോ. അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്, എനിക്ക് വിട്ടുകളയാൻ എനിക്ക് ഇങ്ങോട്ട് പറ്റുന്നില്ല, എനിക്ക് വിട്ടുകളയണമെന്നുണ്ട്. ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് വേണ്ട, ഇതിൻ്റെ പുറകെ പോകണ്ട എന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ്. പക്ഷേ എന്നാലും അങ്ങോട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഓക്കെ, ഈ 5 of Cupsനെ ഒന്ന് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. 5 of Cupsനെ ക്ലാരിഫൈ ചെയ്യുന്ന കിങ് ഓഫ് സ്വേർഡ്സ് ആണ്. കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, വെട്ടൊന്ന് മുറി 2 അത്രയേ ഉള്ളൂ, അങ്ങനത്തെ ഒരാളാണ് കിങ് ഓഫ് സ്വേർഡ്സ്. മജിഷ്യൻ. അപ്പോൾ ഈ പേഴ്സൺ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ചിലപ്പോൾ പറയില്ലേ, നമ്മളിപ്പം റിയൽ എസ്റ്റേറ്റ് സൈഡിലൊക്കെ ചിലർ ചെയ്യുന്നതാണ്, ഇത് കല്യാണത്തിൻ്റെ കാര്യത്തിലുണ്ട്. ചിലൊരു ആ സ്ഥലം ചോദിച്ചിട്ട് കൊടുത്തില്ല, ഞങ്ങൾ വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യും, അല്ലെങ്കിൽ വില കൂടുതലാണ്, അപ്പോൾ വില കുറയ്ക്കാൻ എന്ത് ചെയ്യും, ആ അപ്പോൾ വീട് വിൽക്കാനിട്ടേക്കണം, ആ വീട്ടിൽ പ്രേതമുണ്ട് ഭൂതമുണ്ട് ദുർഭരണം നടന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവസാനം ആ വീടിന് വിലയില്ലാണ്ടാവും, ആരും മേടിക്കില്ല ആ വീട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ പേഴ്സൺ ചെന്നിട്ട് ചുളിവിൽ ആ വീട് മേടിച്ചെടുക്കും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. വിട്ട് കളയണമെന്നുണ്ടെങ്കിലും അങ്ങനെ അങ്ങ് പറ്റില്ലല്ലോ, അത് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനിത് എങ്ങനെയെങ്കിലും ഞാനിത് കൈക്കലാക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു ഗ്രോത്ത് വേണം എന്ന് തന്നെയാണ് പേഴ്സൺ ആഗ്രഹിക്കുന്നത്, മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല, കാരണം ഇവിടെ പൈസ ഇൻവോൾവ് ആണ്. 4 of Pentacles, ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള കളിയാണ്.
അപ്പോൾ ഇഷ്ടംപോലെ പണമുള്ള ഒരാളുടെ പുറകെയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പൈസ വേണം. ഇവിടെ ക്വീൻ ഓഫ് കപ്സും ക്വീൻ ഓഫ് സ്പോർട്സും കിങ് ഓഫ് സ്പോർട്സും ഉണ്ട്. അതിനിടയിൽ ഒരു എംപറസും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടിയുടെ പുറകെയാണ് ഈ പേഴ്സൺ ഓടുന്നത്. തേർഡ് പാർട്ടിയുടെ പുറകെ ഓടിക്കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയെ കിട്ടിയില്ല. കാരണം തേർഡ് പാർട്ടി ഓൾറെഡി മാരീഡ് ആയിരിക്കാം. ആരെങ്കിലും തേർഡ് പാർട്ടിയുടെ മീൻസ് തേർഡ് പാർട്ടി ഹാപ്പിലി മാരീഡ് ആയിരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾ രണ്ടുപേരും മാരീഡ് ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കിങ് ഓഫ് സ്പോർട്സും ക്വീൻ ഓഫ് സ്പോർട്സും ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ ഇതൊരു സ്ട്രോങ് കണക്ഷനാണ്. അതിനിടയിലാണ് ഒരു എംപ്രസ് വന്ന് കയറി. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ എംപ്രസിൻ്റെ പുറകെ പോകുന്നതെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പണമുണ്ട്, അത് പിടുങ്ങാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായോ? അതേസമയം നിങ്ങളിൽ ഈ പേഴ്സൺ സ്റ്റക്കുമാണ്. 4 ഓഫ് കപ്സ്. ഈ പേഴ്സൺ സ്റ്റക്കല്ല, ഈ പേഴ്സൺ നിങ്ങളെ റിജക്റ്റ് ചെയ്യാണ്. കാരണം മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങളില്ല, ഈ പേഴ്സൻ്റെ കോൺസെൻട്രേഷൻ നിങ്ങളിലല്ല. ഈ ഓട്ടം മുഴുവൻ ഓടുന്നത് ഈ എംപ്രസ് ആണ് ഈ പേഴ്സണ് ഹാർട്ട് ബ്രേക്ക് കൊടുത്തത്. അത് റിജക്റ്റ് ചെയ്തപ്പോൾ ഹാർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടാണ്, അല്ലാതെ മനസ്സിനെ സ്നേഹിച്ചിട്ട് നഷ്ടപ്പെട്ടതല്ല. ഇതൊരു നാണക്കേട്. വിചാരിച്ച കാര്യം പെർഫെക്റ്റ് എനിക്ക് കിട്ടിയില്ല എന്നൊരു ആ ഒരു വാശിയിലാണ് നിങ്ങളുടെ പേഴ്സൺ. വിട്ട് കളയണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നിങ്ങൾ റിജക്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. നിങ്ങളോട് ഇപ്പോൾ സംസാരമില്ല, കംപ്ലീറ്റ് നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണിത്. ആണല്ലോ, അതാണല്ലോ നമ്മൾ റീഡിങ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയ ഒരു പേഴ്സൺ ആണ്. എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? നെക്സ്റ്റ് എന്താണ് നടക്കാൻ പോകുന്നത്? ഇത്രയും കാർഡ്സ് എടുത്തേക്കാം അല്ലേ, വീണതല്ലേ? എംപ്രസ്, ഇവിടെ എംപ്രസിനെ കാണിക്കുന്നുണ്ട്. 3 ഓഫ് സ്പോർട്സ് റിവേഴ്സ് ആണ്. ഡെവൽ എനർജി ഉണ്ട് ഇവിടെ. ഒബ്സസ്ഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഈ എംപ്രസിൻ്റെ പുറകെ കേട്ടോ. പക്ഷേ അത് ഹാർട്ട് ബ്രേക്ക് കൊണ്ടല്ല. ഈ ഹാർട്ട് ബ്രേക്ക് തിരിച്ച് ചത്ത പാമ്പിനെ കൊണ്ട് വിഷമുറയ്ക്കുക എന്ന് പറയില്ലേ, ആ ഒരു സിറ്റുവേഷനാണ്. പിന്നെയും എംപ്രസിനെ കോൺടാക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, കുറച്ചൊരു ബ്രൂട്ടലാണ് ഈ പേഴ്സൺ. അപ്പോൾ ഒരു ബാലൻസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. എംപ്രസ് ഈ പേഴ്സൻ്റെ ഇതിലേക്ക് വരും. ഇത് ഒബ്സസീവ് എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ഹാർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 2 ഓഫ് സ്വേർഡ്സ് കണ്ടത്. ഇൻഡിസൈസീവ് ആണ്, ഡിസൈഡ് ചെയ്യുന്നത് വേണോ വിട്ട് കളയണോ. വിട്ട് കളയുന്നില്ല, കാരണം എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെയും കോൺടാക്ട് ചെയ്യാൻ പോവുകയാണ്, പക്ഷെ ക്ലാരിറ്റി കൊടുക്കുന്നില്ല. ഈ പേഴ്സണും അറിയില്ല എന്തിനാണ് ഞാൻ ആ എംപ്രസിൻ്റെ പുറകെ നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ പേഴ്സണും അറിയില്ല. അപ്പോൾ ഇവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഈ പേഴ്സൺ. അവർ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഈ പേഴ്സൺ നിന്ന് വിട്ടുപോയതെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. ഈ പേഴ്സണ് മോഷണമാണ്. അപ്പോൾ എന്താണെന്ന് നിങ്ങളുടെ പേഴ്സൺ ഉദ്ദേശിക്കുന്നത്? അവരുടെ അടുത്തുള്ള പൈസ നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് എത്തണം. അതിന് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ചീറ്റ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളെയും തേർഡ് പാർട്ടിയെയും എല്ലാം സ്വയം ചീറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സൺ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ പൈസ കിട്ടിയിട്ട് വേണം, ഒരു പബ്ലിക് റെക്കഗ്നീഷന് വേണ്ടിയിട്ടാണ്. ഇവരുമായിട്ടുള്ള കണക്ഷൻ വന്നു കഴിഞ്ഞാൽ 4 പേര് അറിയും. ഈ നമ്മൾ ടി വി ഒക്കെ കണ്ടിട്ടില്ലേ, ടി വി ഒക്കെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പ്രശ്നം പുറകിൽ വന്നിട്ട് ഹായ് ഒക്കെ പറയുന്ന ആൾക്കാരില്ലേ, എന്ന് വെച്ചാൽ ടി വിയിൽ കാണണം, അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഹൈറ്റാണ് ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു വലിയ ഫേമസ് ആയ ഒരാളായിരിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ 7 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ എന്താ പറയുക, പിടിക്കപ്പെടും അല്ലേ എന്നറിയുമ്പോൾ നമ്മൾ കാല് മാറ്റി ചവിട്ടുക, മനസ്സിലായോ? എന്നുവെച്ചാൽ പ്രൂഫ് ഉണ്ട്, ഇവർക്ക് അറിയാം, എംപ്രസിന് അറിയാം ഇയാളുടെ ഉദ്ദേശം ശരിയല്ല, അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ഉദ്ദേശം ശരിയല്ലെന്ന്. എംപ്രസ് ആണോ പെണ്ണോ ആയിക്കോട്ടെ, എനർജിയാണ് ഇവിടെ, അറിയാം ഇവരുടെ ഉദ്ദേശം ശരിയല്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ പേഴ്സണെ അകറ്റി നിർത്തുകയാണ്. അപ്പോൾ ഈ പേഴ്സൺ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ലേ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, ഇപ്പം മാറ്റി ചവിട്ടുകയാണ്, കളി മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ സ്പൈ ചെയ്യുന്നുണ്ട്, കൂടുതൽ ഡീറ്റെയിൽസ് വേണം. അപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് മോഷ്ടിക്കാനാണ് പ്ലാൻ. ഈ എംപ്രസിൻ്റെ അടുത്ത് നിന്ന് പൈസ മോഷ്ടിക്കാൻ, അല്ലെങ്കിൽ ഒരു ഐഡിയാസ് മോഷ്ടിക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ. അതിന് ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവിടെ ഒരു നിങ്ങളുടെ ഈ എംപ്രസ് പറഞ്ഞാൽ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ്. ഒരു ബിസിനസ് വുമൺ ആണ്, അല്ലെങ്കിൽ ബിസിനസ് മാൻ ആണ്. ഭയങ്കരമായിട്ട് ജീവിതത്തെ സ്നേഹിക്കുന്ന, വളരെ കോൺഫിഡൻ്റ് ആയ ഒരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സണ് ഇവരെന്തുകൊണ്ടാണ് ഹാപ്പി? ഇവർ ചിലപ്പോൾ സിംഗിൾ എനർജി ആയിരിക്കും, ഭർത്താവ് മരിച്ചത് അല്ലെങ്കിൽ ഭാര്യ മരിച്ചത്. പക്ഷെ ഇവരെന്തുകൊണ്ടാണ് ഹാപ്പി? ഇവരെന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ വന്ന് കയറാത്തത്? മനസ്സിലാവുണ്ടോ?
അതിൻ്റെയാണ് ഈ പേഴ്സൺ പലതരത്തിൽ ഇവരെ ചീറ്റ് ചെയ്യാൻ നോക്കും, പലതരത്തിൽ ഇവരെ വളച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവരൊരു തരത്തിലും തേർഡ് പാർട്ടിയാണ് ഇവരൊരു തരത്തിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുന്നില്ല. ഇവർ ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ്, മുഖം തിരിച്ചാണ് നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് വരാൻ പോകുന്നത്. ഈ തേർഡ് പാർട്ടി ഒരിക്കലും നിങ്ങളുടെ പേഴ്സണ് കിട്ടില്ല, അതാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, സാജിറ്റേറിയസ്, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, ലിബ്ര, Taurus, Libra, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Pisces, Aquarius, Aries, Leo, Sagittarius, Virgo. ഇത്രയും സോഡിയാക് സൈനാണ് ഇവിടെ കണ്ടത് കേട്ടോ. അടുത്ത റീഡിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ ഫൈനൽ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. റെഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. റെഡ് സെലക്ട് ചെയ്തവരുടെ പേഴ്സണിൻ്റെ നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് ആണ്. സോറി, അത് കഴിഞ്ഞിട്ട് ഓവറോൾ എനർജി നോക്കുകയാണ്. നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജാണത്. ഞാൻ ഓർക്കണേ, ഓരോ ഹിസ്റ്റോറിക്കൽ ചാനലും ഹിസ്റ്ററിയൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കണേ നമ്മളുടെ നാട്, നമ്മളുടെ രാജ്യം ഇന്ത്യ, എത്രയോ ആളുകൾ വന്ന് ചവിട്ടി മെതിച്ചു പോയതാണ് നമ്മളുടെ രാജ്യം. എത്രയോ ആൾക്കാരുടെ അടിമകളായിട്ടിരിക്കേണ്ടി വന്നു നമ്മളല്ലേ. എത്രയോ ആളുകൾ, ലോകത്തുള്ള എല്ലാ മെജോറിറ്റി സൂപ്പർ പവേഴ്സും നമ്മളുടെ നാട്ടിൽ വന്ന് നമ്മളെ ചവിട്ടി മെതിച്ചിട്ട് പോയതാണ്. പക്ഷെ എന്നാലും നമ്മൾ ഉയർന്നു വന്നു അല്ലേ. അത് വലിയ കാര്യമാണ്. നമ്മളധികം ആരെയും ദ്രോഹിക്കാനും പോകാറില്ല അല്ലേ. നമ്മളുടെ രാജ്യത്ത് എന്തൊക്കെ ജാതി മതഭേദമില്ലാതെ എന്തോരം ആളുകളാണ്. രാഷ്ട്രീയ കാര്യങ്ങൾ പോട്ടെ, പക്ഷെ നമ്മളെല്ലാവരും സ്വരുമയോടാണ് കഴിയുന്നത് അല്ലേ. ആരെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമ്മൾ ശത്രുക്കളാവുന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒരുമയോടുമാണ് പോകുന്നത്. വളരെ നല്ലൊരു നാടാണ് നമ്മളുടെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനോട് നന്ദി പറയാറുണ്ട്. കാരണം ഇത്രയും എന്നുവെച്ചാൽ കേരളം, നമ്മളുടെ നാട് ഭയങ്കര സമാധാനപരമായ നാടാണ് അല്ലേ. നമ്മൾക്കധികം കുറവുകളുമില്ല, എല്ലാ കാര്യം കൊണ്ട് സമൃദ്ധമാണ് നമ്മളുടെ നാട്. അപ്പോൾ ഇങ്ങനൊരു നാട്ടിൽ നമ്മളെ ജനിപ്പിച്ചത് തന്നെ ദൈവത്തിനോട് നമ്മൾ നന്ദി പറയുക. വല്ല സിറിയയിലോ വല്ല ഇസ്രായേലിലോ പലസ്തീനിലൊക്കെ ജനിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേനെ നമ്മളുടെ സ്ഥിതി അല്ലേ. അപ്പോൾ അതിനൊക്കെ നമ്മൾ നന്ദി പറയണം ദൈവത്തിനോട്. ഇത്രയും നമ്മൾ വളരെ കെയറോടെ കൈവെള്ളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ദൈവം കൊണ്ടു നടക്കുന്നത്, മനസ്സിലാവണം. അപ്പോൾ ഓറക്കിൾ മെസ്സേജ് റെഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. ചില സമയത്ത് നമുക്ക് ഇരിക്കാൻ തോന്നാറുണ്ട്, നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത പ്രശ്നങ്ങളാണ്, നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് നമ്മൾ തന്നെ വല്ല പ്രശ്നങ്ങളൊക്കെ ഇൻവെൻറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇത് മുഴുവനും കൂടി എടുക്കണോ? ഞാനൊന്ന് പറഞ്ഞുതരാം. കുറേ കാർഡ്സ് വന്നിട്ടുണ്ട് ഓറക്കിൾ. ഓക്കെ, ഓപ്പൺ ടു ഡിവൈൻ ഗൈഡൻസ്. ദൈവത്തിലേക്കുള്ള വഴി തുറക്കുക. നമ്മളെ തന്നെ ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തിയിരിക്കുകയാണ്. ആർക്കും എൻട്രൻസ് ഇല്ല, ദൈവത്തിന് പോലും. അത് മാറ്റുക എന്നാണ് പറയുന്നത്. പിന്നെ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുക തന്നെ വേണം. പിന്നെ പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇത് പലരുടെ റീഡിംഗ് ആണെന്ന് തോന്നുന്നുണ്ട് ഓറക്കിൾ മെസ്സേജ്. അങ്ങനെയാണെങ്കിൽ ഇത് റൈറ്റ് ടൈമാണ്, നിങ്ങൾ തുടങ്ങിക്കോളൂ. ഗണപതി ഭഗവാൻ വിഘ്നങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഡിവൈൻ ടൈമിങ്. അപ്പോൾ ഇത് ഡിവൈൻ ടൈമിങ് ആയിട്ടുണ്ടെന്നാണ്. 2 കൺഫർമേഷനാണ് ഡിവൈൻ ടൈമിങ്ങിൻ്റെ, മനസ്സിലായോ. പക്ഷേ അത് സാക്രിഫൈസിനൊക്കെ ശേഷം നിങ്ങളൊരു ഡിവൈൻ ഗൈഡൻസിന് വേണ്ടി നിങ്ങളുടെ മനസ്സ് തുറന്നിട്ട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സാക്രിഫൈസ് ചെയ്തതിന് ശേഷമാണ് ന്യൂ ബിഗിനിങ്. അത് ഡെഡിക്കേഷനോടുകൂടി ചെയ്യുക ന്യൂ ബിഗിനിങ്.
പിന്നെ നിങ്ങളുടെ ചക്രാസിന് പ്രശ്നമുണ്ടെങ്കിൽ 7 ചക്രാസ് പ്രശ്നമുണ്ടെങ്കിൽ അത് ഹാർമണൈസ് ചെയ്യുക, അതിൻ്റെ ബ്ലോക്കൊക്കെ മാറ്റണം. പിന്നെ ഇത് പിന്നെയും പറയുന്നുണ്ടോ, എക്സിക്യൂട്ടീവ്, ദിസ് ഇസ് ദ റൈറ്റ് ടൈം, നിങ്ങളുടെ പ്ലാനുകൾ പ്രാവർത്തികമാക്കാനുള്ള റൈറ്റ് ടൈമാണ്. ചിലർ ഇതൊരു വഴിത്തിരിവും കൂടിയാണ് കേട്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ നമുക്ക് ശരിയായ പാത കണ്ടെത്താം. ഈ വഴിത്തിരിവ് എന്ന് വെച്ചാൽ ഒരു ചേഞ്ചാണ്, ഒരു വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. പേഷ്യൻ്റ് ആയിട്ടിരിക്കണം, വളരെ ക്ഷമ വേണം. പിന്നെ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷന് വേണ്ടി ഇരിക്കുന്നവരുടെ സോൾമേറ്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. മെയിനായിട്ട് ഇവിടെ വേണ്ടത് ഒരു ഡിസിപ്ലിൻ, ലൈഫിലൊരു ഡിസിപ്ലിൻ, ക്ഷമ, എല്ലാം നടന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാൻ പറ്റും എന്നാണ് ഇവിടെ മഹേശ്വരൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാർഡ്സ് വീണു, ആദ്യമായിട്ടാണ് ഇത്രയും കാർഡ് വീഴുന്നത്, നല്ലതാണ്. അപ്പോൾ കുറേ ആൾക്കാർ കുറേ വഴി അറിയാതെ ഉഴലുന്ന കുറേ പേർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആയിരുന്നു. കൺഫർമേഷൻ, ഡബിൾ, തുടങ്ങിക്കോളൂ 3 റജ പറയുന്നുണ്ട് അതിന്. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാകുമ്പോൾ നമ്മൾ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, അങ്ങനെ ചെയ്താൽ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, എല്ലാ കാര്യം നോക്കിയിട്ട് നമ്മൾ മുമ്പോട്ട് വെക്കുകയുള്ളൂ കാലം. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന കുറച്ച് പേർക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ. അത് കഴിഞ്ഞാൽ എല്ലാം സക്സസ്ഫുൾ ആവുമെന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ജിപ്സി ഓറക്കിൾസിലേക്ക് പോകാം. ഭഗവാനെ, 2 കാർഡ് ഓൾറെഡി വന്നു. ലവ്, ആർക്കോ ലവ് വന്നിട്ടുണ്ട്. കൺസൊലേഷൻ. അപ്പോൾ ചിലപ്പോൾ ഒരു മെസ്സേജ് വരും, നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു മെസ്സേജ് വരും, ഒരു കൺസൊലേഷൻ പോലെ. എന്ന് വെച്ചാൽ ഫസ്റ്റ് കിട്ടിയില്ല, ഒരു കൺസൊലേഷൻ പ്രൈസാണ് കിട്ടിയത്, എന്നാലും സന്തോഷമാവുമല്ലോ. ഫസ്റ്റ് പിന്നെ കിട്ടും, അതൊരു പ്രചോദനമാകണം അല്ലേ, കൺസൊലേഷൻ പ്രൈസ്. അതും പിന്നെയുള്ളത് യങ് വുമൺ. നിങ്ങളുടെ യങ് വുമൺ ആണോ, നിങ്ങളുടെ ലൈഫിൽ ഒരു യങ് വുമൺ ആണോ ഉള്ളത്. അപ്പോൾ ലവ് ആണ് മൊത്തത്തിൽ കേട്ടോ. ഗുഡ്. അപ്പോൾ അതാണ് ഓറക്കിൾ മെസ്സേജ്. അതന്നെ ഇനി ഞാൻ നോക്കാൻ പോകുന്നത് നോ കോൺടാക്റ്റിലിരിക്കുന്ന ആളുടെ ഓവറോൾ എനർജി എന്താണ്. ഇത് റിവേഴ്സിലാണല്ല, ഞാൻ തിരിച്ചു പിടിച്ചു. അപ്പോൾ ഞാൻ ലവേഴ്സ് കണ്ടു ഇവിടെ. ലവേഴ്സ് ഇവിടെയും, ലവ് ഇവിടെയും കണ്ടു. ഈ കാർഡ്സ്, ടാരോ കാർഡ്സിൽ ലവ് കണ്ടു, ലവേഴ്സ് കണ്ടു ഞാൻ കാർഡ്. പിന്നെയും വരും കണ്ടോ. അപ്പോൾ മാറ്റി വെച്ചാലും ചിലപ്പോൾ ഇത് വരാനുള്ളതാണെങ്കിൽ വരും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി, ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്. ഒരു തീരുമാനമെടുത്ത പോലെ ഒരു 2 കാർഡും കൂടെ ഇങ്ങനെയാണ് വന്നത്. എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 2 ഓഫ് സ്വേർഡ്സ് റിവേഴ്സും 8 ഓഫ് വാൻഡ്സ് റിവേഴ്സും ഏസ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സും പിന്നെ സ്ട്രെങ്ത് റിവേഴ്സും. ഈ പേഴ്സൺ നിങ്ങളെ പേടിയാണ്, ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പേടിയാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത്രയും ദോഷം നിങ്ങൾക്ക് വരുത്തിയിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്തോ ഒരു കാര്യം, വലിയ കാര്യം ചെയ്തിട്ട് മുങ്ങിയ ആളാണ്. മനസ്സിലായി, പേഴ്സണാണ്, പെണ്ണായാലും ആണായാലും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലർ പറയില്ലേ, എനിക്ക് നിനക്ക് എന്നെക്കാളും നന്നല്ല ഒരാൾ കിട്ടും, അങ്ങനെയുള്ള ചിന്തയുള്ള ഒരാളായിരിക്കും. എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പേടിച്ചിരിക്കുകയാണ് ഈ പേഴ്സൺ കേട്ടോ. അപ്പോൾ ഒരു ചോയ്സ് എടുക്കാൻ പറ്റുന്നില്ല, വരണോ വേണ്ടയോ. ഇപ്പം ഡിലേസ് ഉണ്ടാവും. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനൊന്നും വരുന്നില്ല തൽക്കാലത്തേക്ക്. ഒരു കൺസൊലേഷൻ വരാൻ നമുക്ക് നോക്കാം. പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഈ പേഴ്സണൽ ലൈഫിൽ, ഒരു ക്ലാരിറ്റി ഇല്ല എന്താണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച്. ധൈര്യമില്ല. ധൈര്യം വന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓവറോൾ എനർജി ഇതാണ് കേട്ടോ. ലവേഴ്സ് കണ്ടോ, ഞാൻ പറഞ്ഞില്ല, ലവേഴ്സ് വരാനുണ്ടെങ്കിൽ വരും. ലവേഴ്സ് അപ്പോൾ ഒരു സോൾ കണക്ഷനാണിത് കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ട്. ലവറും 8 ഓഫ് വാൻഡ്സും റിവേഴ്സും ആണ് വന്നേക്കുന്നത്. ഇവിടെയും റിവേഴ്സാണ് രണ്ടാമത്തെ കാർഡ്, അതുപോലെ തന്നെ വന്നേക്കുന്നത്. അപ്പോൾ ലവേഴ്സ് അപ്രൈറ്റ് ആണ്. ലവ് ഉണ്ട്, പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ധൈര്യമില്ല, അതിന് സമയമായിട്ടില്ല എന്നൊരു ചിന്തയുള്ള ഒരാളാണിത്. അതുപോലെ 8 ഓഫ് വാൻഡ്സ് പിന്നെയും റിവേഴ്സ്. ഇതിനെ ക്ലാരിഫൈ ചെയ്യുന്ന 9 ഓഫ് കപ്സ് ആണ്. 9 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ആഗ്രഹമുണ്ട്, നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പേടി, ധൈര്യമില്ല. ഏസ് ഓഫ് അപ്പോൾ ഈ പേഴ്സൺ ചീറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ബിട്രേ ചെയ്തിട്ടുണ്ട് കേട്ടോ. 9 ഓഫ് വാൻഡ്സ് ആണ്. 9 ഓഫ് വാൻഡ്സ് എന്നാൽ കുറച്ചൊരു പ്ലെയർ എനർജിയാണ് ഈ പേഴ്സൺ. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷേ ഇറങ്ങിപ്പോകേണ്ട കാര്യമുണ്ടായിരുന്നു.
നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഈ പേഴ്സൺ ചീറ്റ് ചെയ്തത്? ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല ഈ പേഴ്സൺ ചീറ്റ് ചെയ്തത്. ഈ പേഴ്സൺ പേടിച്ച് ഓടിക്കളഞ്ഞതാണ്. മനസ്സിലായോ? അതാണ് ഈ പേഴ്സൺ അബാൻഡൻ ചെയ്തത്. അപ്പോൾ ടവർ, ഓക്കെ, ഈ പേഴ്സൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ടവർ ഉണ്ടായത്. അതും ഒരു മാരേജ് സിറ്റുവേഷൻ, ഒരു കമ്മിറ്റഡ് സിറ്റുവേഷനാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സണ് തിരിച്ച് വരാനൊരു പേടിയുള്ളത്. മനസ്സിലായി? വലിയൊരു ടവർ വലിച്ചിട്ടിട്ടാണ് ഒരു. അപ്പോൾ ഫൗണ്ടേഷൻ, ചിലപ്പോൾ നിങ്ങൾ കണ്ണടച്ച് സ്നേഹിക്കുന്ന ഒരാൾ, നിങ്ങളില്ല ഈ പേഴ്സൻ്റെ ശരിക്കും സ്വഭാവം അറിഞ്ഞിട്ടുണ്ടാവില്ല. മനസ്സിലാണ്ടോ? ചിലർക്ക് എത്ര സ്നേഹം ഉണ്ടെങ്കിലും ഉഴപ്പാനുള്ളവർ ഉഴപ്പും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചിലപ്പോൾ ഒരു സ്വഭാവം ഉണ്ടാവും. പേഴ്സൺ നിങ്ങളോട് സ്നേഹത്തിൻ്റെ കുറവല്ല, ഭയങ്കര സ്നേഹമുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഉഴപ്പി, ചാൻസ് കിട്ടിയപ്പോൾ മുതലെടുത്തു. അതാണ് പേഴ്സൺ പറയാൻ പോകുന്നത്. എനിക്കൊരു ചാൻസ് കിട്ടി, ഞാനത് യൂസ് ചെയ്തു, അതാണ് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ട് ചെയ്തു അറിയില്ല. മനസ്സിലായി? എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അല്ല, ഇഷ്ടമുണ്ട്, പക്ഷെ ഞാനത് ചെയ്തു. അപ്പോൾ ഈ പേഴ്സൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഒരു നല്ലൊരു സിറ്റുവേഷൻ നശിപ്പിച്ചിട്ടാണ് ഈ പേഴ്സൺ പോയേക്കുന്നത് കേട്ടോ. അതാണ് ഒരു ടവർ മൊമെൻറ്റ്. അപ്പോൾ ഒരു ടവർ മൊമെൻറ്റിലാണ്, ടവർ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്തതാണ് ഈ പേഴ്സൻ്റെ മനസ്സിലാണ്. നിങ്ങൾക്കറിയാമോ ഇത്? നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും, നിങ്ങളെപ്പോഴും അറിയുന്നില്ലായിരിക്കും എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ പോയതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾ, അല്ലേ? കൊള്ളാം. അപ്പോൾ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? 4 വന്നതുകൊണ്ട് 4 കാർഡ് തന്നെ. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ്. അത് രണ്ടും റിവേഴ്സ് ഇരിക്കട്ടെ, ചിലപ്പോൾ വരാനായിരിക്കും. എന്തായാലും അപ്പോൾ ജസ്റ്റിസ് റിവേഴ്സാണ്, പബ്ലിക് റെക്കഗ്നിഷൻ, പിന്നെ എംപ്രസും. അപ്പോൾ ഒരു എംപ്രസിൻ്റെ പുറകെ ഈ പേഴ്സൺ പോയി. എന്തിനു വേണ്ടി? പബ്ലിക് റെക്കഗ്നിഷന് വേണ്ടി. അത് തെറ്റാണെന്ന് ഈ പേഴ്സൺ അറിയാം. പക്ഷേ ഇത് വിട്ട് കളയാനായിട്ട് ഈ പേഴ്സണ് പറ്റുന്നില്ല. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ 3 കണ്ടില്ല ഞാനിവിടെ. അപ്പോൾ ഇത് ഈ പേഴ്സണെ കുറിച്ചിട്ട്, തേർഡ് പാർട്ടിയെ കുറിച്ചിട്ടല്ല, ഇത് ചിലപ്പോൾ നിങ്ങളായിരിക്കും എംപ്രസ്. നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര ആരാധനയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻറ്റിമിഡേഷൻ എന്ന് പറയും. ചിലരെ കാണുമ്പോൾ നമ്മളൊരു നെർവസ് ആവില്ലേ? അപ്പം നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഈ പേഴ്സൺ നെർവസ് ആവുന്നുണ്ട്, നിങ്ങൾ ഈ പേഴ്സണെ നെർവസ് ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലെവലിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളൊരു ഹൈ ലെവലിലുള്ള ഒരാളും ഈ പേഴ്സൺ അത്രയും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളായിരിക്കാം, ഈ ഒരു പെണ്ണായാലും ആണായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്തത്. മനസ്സിലാവുണ്ടോ? ഞാൻ മോശമല്ല എന്ന് വിചാരിക്കും, സ്വയം ഒരു ബോധം വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പേഴ്സൺ ചെയ്തത്. അന്യായമാണെന്ന് അറിയാം, പക്ഷെ എന്നാലും തെറ്റ് ചെയ്തു എന്ന് അറിയാം ഈ പേഴ്സണ്. മനസ്സിലായോ? പക്ഷേ ഈ സിറ്റുവേഷനിൽ നിന്ന് പോകാൻ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഈ പേഴ്സൺ പോകാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുമായിട്ട് കണ്ടിന്യൂ ചെയ്യണം എന്നാണ്. ആദ്യം ഇറങ്ങിപ്പോയെങ്കിലും ഇപ്പോൾ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് പറ്റുന്നില്ല ഈ പേഴ്സണ്. നൈറ്റ് ഓഫ് പതുക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ. ജസ്റ്റിസ് റിവേഴ്സാണ്, ഹാങ്ഡ് മാൻ, സ്റ്റക്കാണ്. ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉള്ളത് കൊണ്ടും കൂടിയിട്ടാണ് തിരിച്ചു വരാൻ. എന്നാലും മനസ്സുകൊണ്ട് കുതിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പബ്ലിക്കായിട്ട് ഇത് കണ്ട് കൺട്രോൾ, ഡിവൽ എനർജി. അപ്പം നിങ്ങൾ ഈ പേഴ്സൺ കുറച്ച് ക്ലെൻസിങ്ങിൻ്റെ പരിപാടിയിലാണ്. ഒരു ടോക്സിക് സിറ്റുവേഷൻ ആയിരുന്നു അത്. അപ്പം ടോക്സിസിറ്റി മാറ്റാനുള്ള ഒരു ഇതിലാണ് നോക്കുന്നത്. അപ്പം പബ്ലിക്കായിട്ട് നിങ്ങളോട് ക്ഷമ പറയാനുള്ള ചിലപ്പോൾ ഒരു ഇത് നോക്കുന്നുണ്ടാവും. മദർ ഓഫ് കപ്സ്, നിങ്ങളെ ഭയങ്കര അൺകണ്ടീഷണൽ ലവ് ചെയ്യുന്ന ഒരാളായിട്ടാണ് നിങ്ങളെ കാണുന്നത് ഈ പേഴ്സൺ കേട്ടോ. അപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കി, അതാണ് ഈ പേഴ്സൻ്റെ തെറ്റ്. ആ ലവ് ആക്സെപ്റ്റ് ചെയ്താൽ മതി, സ്വീകരിച്ചാൽ മതി. പക്ഷേ ചില നമ്മൾ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ താന്ന് കൊടുത്തു കഴിഞ്ഞാൽ തലേ കയറിയിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും എന്ന് പേടിച്ചിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ മീൻസ് പേഴ്സൺ ഒരു താഴ്ന്ന ഇതില്ല. അപ്പോൾ കോംപ്ലക്സ് ഉണ്ടല്ലോ ഈ പേഴ്സൺ. അപ്പോൾ പേഴ്സൻ്റെ വിചാരം എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണെ വില കുറച്ച് കാണുകയാണ്. പക്ഷെ നിങ്ങൾ ശരിക്കും അൺകണ്ടീഷണൽ ലവാണ് ഈ പേഴ്സണ് കൊടുത്തത്, അത് മനസ്സിലായില്ല. അപ്പോൾ അത്ര ഒരു ആ സമയത്ത് ആ ബുദ്ധി വർക്ക് ചെയ്തില്ല ഈ പേഴ്സണിന്. വളരെ കോംപ്ലക്സ് അല്ല, അതുകൊണ്ടാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത്. ഇപ്പോൾ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒട്ടും ഹാപ്പി അല്ലാത്ത, നിങ്ങളില്ലാത്തതുകൊണ്ട് ഭയങ്കര അൺഹാപ്പിയാണ് ഈ പേഴ്സൺ, നിങ്ങളിന്ന് പോയത് കൊണ്ട്. അപ്പോൾ തിരിച്ചു വരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ന്യൂ ബിഗിനിങ് എന്നൊക്കെ പറഞ്ഞ ലവ് എന്ന് പറഞ്ഞത് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണ് മാത്രമേ സ്നേഹമുള്ളൂ അല്ലേ? ഓക്കെ, ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ? ഇനി ഇവിടെ എന്താണ്? കാർഡ്സ് കുറച്ചധികം വരും. റിവേഴ്സാണ്, നോക്കട്ടെ. അല്ല,
കുറച്ച് സ്പീഡപ്പ് ആകാൻ പോകുന്നുണ്ട്. പതുക്കെ പതുക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇനി കുറച്ച് സ്പീഡപ്പ് ആകാൻ പോകുന്നുണ്ട്. ഓഫറൊന്നും തരാൻ പോകുന്നില്ല. പൈസയൊക്കെ അധികം പൈസ ഒന്നും ഇല്ലാത്ത ആളായിരിക്കാം. ഓഫറൊന്നും തരാൻ പോകുന്നില്ല. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ട് ഈ പേഴ്സണ് കേട്ടോ. ജോലി ചെയ്യാനും പുതിയ ജോലി ജോയിൻ ചെയ്യാനും അവിടെ നിന്ന് ഇഷ്ടംപോലെ ഉയർന്നു വരാൻ നിങ്ങളുടെ ആ ലെവലിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പരിശ്രമിക്കാൻ റെഡിയാണ്. പിന്നെ ഇപ്പോൾ ആ ഒരു കോംപ്ലക്സ് വിട്ട് കളയാൻ ഹീൽ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുന്നുണ്ട്. ടവർ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇമോഷണൽ ഇമ്മച്യൂർഡ് ആണ് ഈ പേഴ്സൺ ലിറ്റിൽ ബിറ്റ്. പക്ഷെ എന്നാലും ഒരു റീകൺസിലിയേഷൻ വരുന്നുണ്ട് കേട്ടോ. അവസാനം ഒരു റീകൺസിലിയേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക്. അപ്പോൾ നിങ്ങളുമായിട്ട് സ്വരമയോടെ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ ടവർ മൊമെൻറ്റ് റിവേഴ്സ് ആക്കണം, നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ സോൾവ് ചെയ്യണം, നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. അപ്പം നല്ലതാണ്, നല്ല റീഡിംഗ് ആണിത്. പ്രശ്നങ്ങൾ ഉണ്ടായാലും സോൾവ് ചെയ്ത് പോവുകയാണ്. സ്റ്റാർ എന്താണ് മുടിയനായ പുത്രൻ എന്ന് പറയില്ലേ, മുടിയനായ പുത്രൻ മീൻസ് ഭയങ്കര ചീത്ത സ്വഭാവമാണെങ്കിലും നന്നായി തിരിച്ചു വന്നാൽ അവരെ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. ഒരു പശ്ചാത്തപിച്ച് തിരിച്ചു വന്നാൽ. അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അക്വേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ടോറസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ലിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, കാപ്രിക്കോൺ, Cancer, Pisces, Scorpio, Pisces, Cancer, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Scorpio, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Gemini, Taurus, Libra, Aries, Leo, Sagittarius, Libra, Cancer, Pisces, Scorpio, Leo, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Aquarius, Libra, Gemini. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. ഇതോടെ ഇന്നത്തെ റീഡിംഗ് ഞാൻ നിർത്തുകയാണ്. ഇനി അടുത്ത റീഡിങ്ങുമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. സീ യു. ടേക്ക് കെയർ.